സിനിമയിൽ നായകൻ ഞാനല്ല എന്നുള്ള കാര്യം സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു സ്ഥലത്ത് പോലും നായകനാണെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. ലോകൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് ആരെ നായകനാണ് അല്ല, പക്ഷേ ഓൾറെഡി അവരെഴുതി വെച്ചതാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ അവസ്ഥ നേരത്തെ ജോജി ചേട്ടൻ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ജോജി ചേട്ടനേക്ക് 1, 2, 3 ദിവസത്തേക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും. ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അത്യാവശ്യം നല്ല ശമ്പളം പറയും. സ്വാഭാവികമായിട്ടും ഫിനാൻഷ്യൽ ഉള്ളൊരു ബെനിഫിറ്റ് മനസ്സിലാക്കിയിട്ട് ഇവർ ചില പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ബൂസ്റ്റ് ചെയ്ത് നായകനായിട്ട് പിന്നീട് ഇവർ അവതരിപ്പിക്കും. അപ്പോൾ ആ സിനിമയുടെ ജയപരാജയങ്ങളും മോശങ്ങളും എല്ലാം ഇവരുടെ തലയിലേക്ക് കൊണ്ടുവയ്ക്കും. ഇപ്പം ഞാൻ പറയുന്നത് ഒരു സിനിമ, ഞാൻ ഈ സിനിമയുടെ അണിയറപ്പുറത്തൊന്നും കുറ്റം പറയത്തില്ല. കാര്യം വളരെ ചെറിയ പൈസയ്ക്ക് അവർ ചെയ്തൊരു സിനിമയാണ്. അവരുടെ സ്വപ്നങ്ങൾ ആണ് അവരുടെ ഈ സിനിമ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ അവർ പരമാവധി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് അവരും അല്ലെങ്കിൽ സിനിമ റിവ്യൂ പറയുന്നവരെയൊക്കെ സംബന്ധിച്ച് അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ സിനിമ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ വിമർശനം ഉന്നയിക്കും, അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് പങ്കുവയ്ക്കാം. ഞാനതിനോട് 100% യോജിക്കുകയാണ്. പിന്നെ സിനിമയുടെ നിലവാരം എന്ന് പറയുന്നത് അതിന് ചിലവഴിക്കുന്ന പൈസ, അതിൻ്റെ ടെക്നിക്കൽ ടീമിൻ്റെ ബ്രില്യൻസ്, ഇതെല്ലാം ഒരു ഘടകമാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരിക്കലും ഞാൻ ജയപരാജയത്തോടൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്ര ഒരു വലിയ സംഭവമൊന്നും അങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നും പോയതല്ല. ഓൾറെഡി നമ്മൾ ഈ പ്രീ പ്രൊമോഷൻ്റെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സിനിമ കമ്മിറ്റ് ചെയ്യാൻ സിനിമ സ്വപ്നം കണ്ടുള്ള ആൾ തന്നെയാണ്, സിനിമ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അത് കൂടുതലും സംവിധാനം. പക്ഷെ ഇതല്ലാത്തൊരു കാരണമുണ്ട്. ആ കാരണം റിവീൽ ചെയ്യാൻ എനിക്ക് ഇപ്പോൾ ഞാനായിട്ട് പറഞ്ഞാൽ പോകുമ്പോൾ എന്നുള്ള രീതിയിലേക്ക് ഇനി എന്തുകൊണ്ടത് പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അല്ല, അതെന്തെന്ന് വെച്ചാൽ അതാ ഞാൻ പറയാതെ തന്നെ അവർക്കത് പറയാം. അതായത് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ച ഘടകം എന്താണെന്ന് അവർക്ക് പറയാം. അല്ലെ, അവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നോട് നൽകിയ ആ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അവരത് പറഞ്ഞോളാം, അല്ല അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പോൾ അവരത് മുഖ്യധാരയിലൊന്നും സംസാരിച്ചോളുന്നില്ല. അപ്പൊ അത്രത്തോളം തന്നെ മുഖ്യധാരയിലൊന്നും വരേണ്ട സംഭവങ്ങളിൽ ഇപ്പോഴും ഞാൻ പറയാം. ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരുടെ സമ്മതം മേടിച്ചിട്ട് ഞാൻ പറഞ്ഞോട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടേ ഞാനത് പറയും. അത് ഞാനിതിപ്പോഴും പറയുന്നത്, സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിലയിരുത്തലുകളാണ് ആ സിനിമ. പിന്നെ നമ്മൾ അതിൻ്റെ അണിയറ പ്രവർത്തകർ ആ സിനിമയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രോജക്റ്റിലേക്ക് എത്താൻ ഓരോ റീസൺ ഉണ്ടാകുമല്ലോ. ഇപ്പം ഞാനിപ്പം ഇപ്പോൾ ഷാജി കൈലാസ് സാറ് വിളിക്കുമ്പം ഇനി എത്ര മോശം കഥ അദ്ദേഹം എന്നോട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. കാര്യം എനിക്ക് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ച് മുഖ്യം. അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകൾ നമ്മൾ ഭാഗമാകുമ്പം ചിലപ്പോൾ നമ്മളൊരു വലിയ സുഹൃത്തായിരിക്കും, അവനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതായിരിക്കും എൻ്റെ റീസൺ. ചിലത് എനിക്ക് സബ്ജക്റ്റ് ആയിരിക്കും പ്രാധാന്യം, ആ സബ്ജക്റ്റ് അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മളങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ ഒരു കാരണം ഈ സിനിമ ശരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടനായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ്. ഈ സിനിമ എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ സൗഹൃദങ്ങളിൽ വന്നുകൊണ്ടിരിക്കാം, ചിലപ്പോൾ പണമായിരിക്കാം, ചില സമയങ്ങളിൽ നമുക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആരാധകനെ നോ പറയാൻ മടിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നോ പറയുന്നത് മാത്രമല്ല, ഞാൻ വളരെ ആക്ഷേപിച്ച് സംസാരിച്ചു അല്ലേ. അപ്പം അങ്ങനെ ഉള്ള ഒരാൾ സ്വീകരിക്കാതിരിക്കാൻ കുറേ കാരണങ്ങളുണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം രോഹ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ആൾക്കാർ പരിഹസിച്ചേക്കാം. പക്ഷെ നമ്മളെ ആൾക്കാർ പരിഹസിച്ചാലും നമ്മളിലൂടെ മറ്റൊരാൾക്ക് ഗുണം കിട്ടുന്നെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ സന്തോഷമല്ലേ വലുതെന്ന് ഞാൻ വിചാരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ സിനിമ പലവിധ കാരണങ്ങളാൽ തിയേറ്ററിൽ പ്രോപ്പറായിട്ട് എത്താൻ പറ്റാത്ത, പ്രൊമോഷൻ ഇല്ലാതെ വലഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ഒരു ദിവസം പോലും ഇതിൻ്റെ പ്രൊമോഷൻ വരത്തില്ലെന്നാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് ആദ്യമേ ഇവരോട് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാൻ ഈ പടത്തിൽ വർക്ക് ചെയ്ത ഒരു 20 ദിവസം ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല. ഈ ലൊക്കേഷനിൽ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു സ്റ്റോറി ഇല്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സ്റ്റോറി പോലും ഇടരുതെന്ന് അവരിൽ ഓരോരുത്തരോടും ഞാൻ പറയുകയും ചെയ്തു. കാരണം ഞാൻ ഈ സിനിമയിൽ അവന് തന്നെ ആരെയും ബോധിപ്പിക്കാനല്ലായിരുന്നു. പക്ഷേ വേറെ കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു, ഇപ്പോൾ ജോജി ചേട്ടൻ പോലെയുള്ള 2-3 ദിവസം ഷൂട്ടിന് ഒരു നല്ലൊരു പേയ്മെൻറ്റ് റെമ്യൂണറേഷൻ സംസാരിച്ച ശേഷം അവർ കമ്മിറ്റ് ചെയ്യിപ്പിക്കും. അവരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര പൈസ കൊടുത്ത് അവർ വിളിക്കുന്നത് ഇവരിലൂടെ അവരുടെ ഒരു ഫേസ് വാല്യൂ കണക്കാക്കിയിട്ടാണ് സിനിമ വിറ്റഴിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. മാരനെ സംബന്ധിച്ചിടത്തോളം മാരനെ സമീപിക്കുമ്പോൾ ഈ സിനിമ എന്താണെന്നുള്ളതും സിനിമയിലെ കാസ്റ്റിംഗ് എന്താണെന്നുള്ളതും കമ്പാരിറ്റീവ്ലി ഇവരെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഫേസ് വാല്യൂ കൂടുതലാണെന്ന് നല്ല ബോധ്യമുണ്ട് അല്ലേ. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഈ സിനിമയുടെ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടും കൂടിയാണെന്നുള്ള ബോധ്യമുള്ള ഒരാളാണ്. എന്റെ ഫോട്ടോ വെച്ചിട്ട് സിനിമ വിറ്റഴിക്കപ്പെടരുത് എന്ന് പറയുന്നതിനോട് അതാ ഞാൻ പറഞ്ഞത്. ഞാൻ വേണമെങ്കിൽ ഇത് പറഞ്ഞു, ഇതെല്ലാം ഞാൻ സംസാരിച്ചിട്ടുള്ള, ഞാൻ ഇവർക്ക് വാട്സപ്പിൽ അയച്ച വോയിസ് ഉൾപ്പെടെ ഞാൻ പറയാം. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന പയ്യൻ, അവൻ എന്നെ സംബന്ധിച്ച് എനിക്കൊരു അനിയനെ പോലൊരു ചെറുക്കനാണ്. ഞാൻ അവനെ വിളിച്ച് ചോദിച്ച് സംസാരിച്ചപ്പോൾ അവനും പറഞ്ഞു, ചേട്ടാ ഈ പടത്തിൽ വന്നാൽ നമുക്ക് ഭയങ്കര നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പോകുമ്പോൾ അഭിഷേകും അത് പറഞ്ഞിട്ടുണ്ട്. അഭിഷേക് റീസെൻ്റായിട്ട് അഭിഷേക് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് ഞാനെന്ന് പറയുന്ന ഒരാൾ പ്രയോജനപ്പെടുമ്പോൾ ഞാൻ ഈ സിനിമയിൽ വന്നതുകൊണ്ട് വേറെ ചില പ്രയോജനങ്ങൾ ചിലർക്കുണ്ടാകും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഞാനിതിൽ ഞാനിതിൽ വന്നു,
ഇവർ വളരെ ചെറിയ രീതിയിൽ ഇവർക്ക് ഇൻഡസ്ട്രി ആയിട്ടൊന്നും വലിയ ബന്ധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഇവരെ വലിയ പൈസയൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടത്തി കൊടുത്തു. ഞാൻ PHF പോലെ ഫാർസ് ഫിലിംസ് കമ്പനി പോലത്തെ ഒരു കമ്പനിയുമായി പടത്തിൻ്റെ GCC റിലീസ് ചെയ്യാൻ ചെയ്തു കൊടുത്തു. 100 ഫ്ലെക്സുകൾ കേരളത്തിൽ ഞാൻ എൻ്റെ ചിലവ് വെച്ചതിൽ 50 എണ്ണം ഞാനും സെറീനയും കൂടെ പൈസ മുടക്കി വെച്ചു. മൊത്തം 100-ലധികം ഫ്ലെക്സുകൾ ഞാൻ വെച്ചു, എൻ്റെ സുഹൃത്തുക്കളും മറ്റുമൊക്കെ ആയിട്ട് ചേർന്നിട്ട്. ലാലേട്ടൻ, സുരേഷ് ഗോപി, നാദിർഷ, അനൂപ് മേനോൻ, വിജയബാബു തുടങ്ങി മലയാളത്തിലെ എൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരെ കൊണ്ടും ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ അടക്കം ഇടിച്ചു. ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അത്രയും വലിയ ഒരു പ്രൊമോഷൻ, അതായത് ഒരു വലിയ പടത്തിന് കൊടുക്കേണ്ട രീതിയിലുള്ളൊരു പ്രൊമോഷൻ നമ്മൾ ഇവർക്ക് കൊടുത്തു. എന്നെക്കൊണ്ട്, അതായത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രൊഡക്ഷൻ ടീമിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായത്തിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ അവരോട് അപ്പോഴും ഞാൻ പറഞ്ഞു, ഇത് സിനിമ ഇറങ്ങി ആദ്യത്തെ ഷോ വരെ മാത്രമേ ഞാനിത് ചെയ്യൂ. ആദ്യത്തെ ഷോ വരെ നിങ്ങൾക്ക്. അപ്പോൾ ഇവർക്ക് 100% ഇവരുടെ കഥയിലും സബ്ജക്റ്റിലും എല്ലാം ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇവർക്ക് അതിലൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഞാൻ വളരെ മോശമായി സംസാരിക്കുകയും അവസാനം എന്നെ ബ്ലോക്ക് ചെയ്തു പോവുകയും ചെയ്തു. അണിയറ പ്രവർത്തകർ ഒരു പ്രധാനി എന്നെ ബ്ലോക്ക് വരെ ചെയ്തു. കാരണം ഞാൻ ഈ സിനിമയെ മോശമാക്കി ചിത്രീകരിക്കുന്നു അവരോട് സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ പേരിലൊക്കെ അങ്ങനെയൊക്കെ ഇവരെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ കരുതി അവർ കോൺഫിഡൻ്റ് അല്ലേ, അവരുടെ അല്ലേ പ്രോജക്റ്റ്, അവരുടെ കഥ, അവരുടെ സിനിമ, അതിൽ അവർ കോൺഫിഡൻ്റ് ആണ്. ഞാനിതിൽ വളരെ ചെറിയ വേഷം മാത്രമേ ചെയ്തുള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഒരു 1-2 അഭിപ്രായം പറഞ്ഞപ്പോൾ അതിലൊരു ഒരാൾ ഇതേപോലെ മാറിയിരുന്നിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ അവതാര സംവിധാനം ചെയ്തിട്ടല്ലേ പുള്ളി വന്നേക്കുന്നത്. അപ്പം ഞാനും വിചാരിച്ചു, ഞാനിതൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം പറഞ്ഞു. അപ്പോഴും ഞാൻ കരുതി എന്തോ ആവട്ടെ, എൻ്റെ ലക്ഷ്യം മറ്റൊന്നാണല്ലോ, ആ ലക്ഷ്യം നടക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കിതൊന്നും ഒരു വിഷയമല്ല, ഞാൻ അങ്ങ് കളഞ്ഞു. പക്ഷേ അതവർ ചെയ്താച്ചതിൻ്റെ കാരണം അവർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് അതെന്നോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് അവർ പറയുന്നതാണ് അതിൻ്റെ ശരി. ഞാൻ പറയുന്നതിനേക്കാളും അവരത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിത്ത് പ്രൂഫ് എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ വിത്ത് പ്രൂഫ് എനിക്ക് പറയാൻ പറ്റും. അത് പ്രൂഫ് അടക്കം ഞാൻ ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമയുടെ മേക്കിംഗ് നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്നു എന്നുള്ളത്. മാരാറി സിനിമ കമ്മിറ്റ് അപ്പോൾ ബ്ലോക്ക് ചെയ്യാനുള്ള സാഹചര്യം വരെ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനപ്പുറത്തൊരു വശത്തേക്ക് ചിന്തിക്കുന്നില്ല. എനിക്കിതിനൊരു ഉദ്ദേശലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് മാത്രമേ നോക്കുന്നു എന്നുള്ളത്. അപ്പോൾ ശരിക്കും അങ്ങനെ വരുന്നൊരാൾ സ്ക്രിപ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ചോ ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചോ ഇതിൻ്റെ ആകെ തുകയെക്കുറിച്ചോ ചിന്തിക്കാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് ആകുലത കാണിക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ശരിക്കും റിലീസിൽ ഞാൻ ആകുലത? റിലീസിൻ്റെ സമയം വരുമ്പോഴേക്കും ഇതിൻ്റെ പോരായ്മകൾ, ഇത് ഇത്രയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ആകുലത സ്വാഭാവികമായിട്ട് ഇല്ല. എങ്ങനെ കണ്ടന്റ് വൈസോ ഇപ്പൊ അവരായിട്ട് സംസാരിച്ചൊരു തർക്കങ്ങളാണ് ചോദിച്ചത്. നേരത്തെ എഡിറ്റൊക്കെ ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പടം ഷൂട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടന്റിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യം. സ്ക്രീൻ പ്ലേയിലുള്ള പ്രശ്നങ്ങൾ, ഈവൻ ഞാൻ അഭിനയിച്ച ചില പോർഷൻസ് ഞാൻ ഡബ്ബ് പോലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നിട്ടുണ്ട്. കാരണം അത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഈ സിനിമയിൽ ഞാൻ ഈ ബുള്ളറ്റിൽ തേരാപ്പാര നടക്കുന്ന കുറേ സാധനമുണ്ട്. ഇതൊരു പാട്ടിൻ്റെ മൊണ്ടാഷിന് വേണ്ടി എടുത്തു വെച്ചതാണ് ആക്ച്വലി.